നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാനിപ്പോൾ ലേ ലഡാക്കിലാണ് താമസിക്കുന്നത്. സോ നമുക്കൊരു ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മളൊരു ട്രക്കിങ്ങിന് പോണേണ്. ലെറ്റ്സ് ഗോ. യെസ്, ഇതാണ് സ്വരം. നമ്മൾ പോണത് സ്വരത്തിൻ്റെ വില്ലേജിലേക്ക്. മീരു എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ് നമ്മൾ പോണത്. പോയോക്കാം. ലഡാക്കിൽ ബൈക്ക് ട്രിപ്പ് മാത്രം പോയി നടന്ന് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ലഡാക്കിൽ നിന്നൊരു ട്രെക്കിങ്ങിന് പോകണേണ്. അതിൻ്റെ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. നമ്മൾ അന്നത്തെ ദിവസം സോനത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മളിപ്പം മീരു എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഉള്ളത്. ഇവിടുന്ന് നമ്മൾ ഒരു ട്രക്കിങ്ങിന് പോകണമായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി താമസിച്ച് രാവിലെ ഇപ്പോൾ ഒരു 10-10:30-11 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രക്കിങ് തുടങ്ങിയാണ്. ഒരു 4 മണിക്കൂർ എന്തോ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ പയ്യെ നടക്കുകയുള്ളൂ. ഇവിടെ മുകളിൽ ഗ്ലേഷ്യറിൻ്റെ അടുത്ത് പോയിട്ട് ടെൻ്റ് അടിച്ച് ഇന്ന് അവിടെ താമസിക്കാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പം പരിപാടി തുടങ്ങി നമ്മുടെ. യെസ്, റൂട്ട് മാപ്പൊക്കെ ഉണ്ടോ? ശരി, വീട്ടിൽ പോടാ. നമ്മുടെ വീട്ടില വീട്ടിൽ പോടാ. യെസ്, ആഫ്റ്റർ ലോങ് ടൈം. എനിക്ക് തോന്നുന്നൊരു 2-2.5 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഞാൻ ഒരു ട്രക്കിങ്ങിനൊക്കെ പോയിട്ട്. അല്ലാത്ത ഫുള്ള് ബൈക്കിലും കാറിലൊക്കെ അല്ലേ. പൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അയ്യോ, അവരൊക്കെ മുമ്പേ നടന്നുപോയ. വീട്ടിൽ പോടാ. അതിന്റെ മുകളിലല്ലേ പോകേണ്ടത്. നമ്മളീ പോണ വഴി ഫുള്ള് കല്ലുകളൊക്കെ ഇങ്ങനെ മഷ്റൂമിൻ്റെ ഷേപ്പിൽ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ മൊത്തം കാണിച്ചു തരാം. എന്താ ഇത് കണ്ടോ, ഒരു മഷ്റൂം ഷേപ്പ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള വഴി മൊത്തം ഇങ്ങനെ കല്ലുകളുണ്ടാവും എന്ന് പറഞ്ഞ് കാണാം. ആറ്റം രാസമാറ്റം നമ്മിലാകെ രൂപമാറ്റം, കാറ്റിൽ കൂടുമാറ്റം ഉള്ളിലാകെ വേലിയേറ്റം, അതിനിഗൂഢം ആത്മരാഗം. ഓൾമോസ്റ്റ് കുറേ കയറ്റം കയറി ഇതിൻ്റെ ടോപ്പ് എത്താറായി എന്നാണ് പറയണത്. മുകളിലെത്തിയിട്ട് താഴത്തോട്ട് വരണം. പാടളകി കുറേ ആയി ട്രക്കിങ്ങിനൊക്കെ പോയിട്ട്. അതുകൊണ്ടാണ് എൻ്റെ മുന്നേ കയറി പോണണ്ട. അതിരസം നാം വീണലോകം അതിദുരൂഹ സാഹചര്യം. ട്രൈ പോണ വഴി സാരം കിട്ടിയില്ല. അച്ചു ഈ ഇലയുടെ പുളി. കനകാംബരം ചെറുതാരകം വിരിയുന്നൊരീ അന്തിത്തീര, മധുഭാവന അതികാമന തെളിയുന്നൊരീ വെള്ളിത്തീര, ഈ മാതളം ഹൃദയത്തളം നാം ഒഴുകും ഈ കബനീതളം, നീ
കേൾക്കാമിനി മിന്നാമിനി കാതോരമായി ചൊല്ലാമിനി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രക്കിങ്. എൻ്റെ മോനെ ഇടിച്ചുകൊണ്ട് ഇതിൽ വഴിയില്ല, വലിച്ച വേണം കയറ്റാൻ. കണ്ടോ ഒരാൾ കയറി പോകണം കേട്ടോ. വിഷയം കളിയാണ് കിട. ആറ്റം രാസമാറ്റം നമ്മിലാകെ രൂപമാറ്റം, കാറ്റിൽ കൂടുമാറ്റം ഉള്ളിലാകെ വേലിയേറ്റം. അതിനിഗൂഢം ആത്മരാഗം അത്യപൂർവം നിൻമോഹം, അതിരസം നാം വീണലോകം അതിദുരൂഹ സാഹചര്യം. അതിനിഗൂഢം ആത്മരാഗം അത്യപൂർവം നിൻമോഹം. അപ്പോൾ അങ്ങനെ കല്ലിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങി തീർന്നു. ഇനി മൊത്തം പുല്ലിൻ്റെ ഇടയിൽ കൂടെ പാട്ടുകാരൻ. കാണുന്ന യു കണ്ടോ, അതാണ് ടോപ്പ്. എനിക്ക് വയ്യേൻ്റെ പോലെ. പക്ഷെ അന്നേരം നമ്മൾ പോവും. പിന്നല്ല, കുഞ്ഞു വഴിയാട്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ പോയി. അയ്യോ സമയം ഇപ്പോൾ 4 മണിയായി. എൻ്റെ പൊന്നെ എമ്മാരി കയറ്റമെന്ന് വെച്ചിട്ടാ. ഇത് കണ്ടോ, ഇത് മൊത്തം കയറി വന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ആ താഴത്ത് ഈ പോയിട്ട് കേട്ടോ, അവിടുന്ന് തുടങ്ങി. എൻ്റെ അമ്മോ പട്ടാനടകളേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. എൻ്റെ അമ്മോ, നമ്മുടെ കൂടെ മൊത്തം നമ്മൾ 4 പേരുണ്ടായിരുന്നു. 2 പേര് ഓൾറെഡി എത്തി അവിടെ. നമ്മൾ 2 പേരും കൂടെ ഇങ്ങനെ എഴഞ്ഞ് വിട്ടു കൊടുക്കത്തില്ലടാ. പിടിക്കും, അടിക്കും, കയറിയിരിക്കും. കണ്ണ് ഇരുട്ട് കയറുന്നു. എൻ്റെ അമ്മേ, എൻ്റെ പൊന്നെ അവിടെ നോക്കി. ഇഷയ ഒരു ഇതാ എത്തി. ആ അറ്റത്ത് അവിടെ വരെ നടക്കണം. ഇടൂ യോ ഈ എങ്ങനെ പോവും? ചത്ത് അവിടെ വരെ കൂടെ എത്തിയാൽ മതി. ഇങ്ങോട്ട് പോയി ഒറ്റമ്മി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെത്തി. നമ്മൾ ഈ കാണുന്ന മലയിലെത്തി. നമ്മൾ ഇത് നടത്തുമെന്ന് വെച്ചിട്ടാ അതുപോലെ തന്നെ കയറ്റും. ചുമ്മാ ഒന്ന് കിടന്നാൽ മതി, അപ്പം ഉറങ്ങിപ്പോ. മാതിരി ടയർഡാ എൻ്റെ മോനെ. കിടിലം വ്യൂ. യെസ്, എത്തി. അങ്ങനെ സമാധാനമായിട്ട് എത്തി. ഹലോ, ചതിച്ചതാ ഗൈസ്. ഇവിടെ അല്ല നമ്മുടെ ശരിക്കും ഡെസ്റ്റിനേഷൻ. താഴത്തൊരു ഗ്ലേഷ്യറുണ്ട്, അതിൻ്റെ അവിടെ പോയി എന്തായാലും വെള്ളം ഇതൊക്കെ കിട്ടുമല്ലോ കുക്ക് ചെയ്യാനൊക്കെ. സോ ഇനി ഇവിടുന്ന് നല്ല ഇറക്കമുണ്ട്. പോവാം. വിഷയം ഇറക്കമാണ് താഴത്തോട്ട്. എൻ്റെ മോനെ ഇറക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് എത്തും. പോവാം പതിയെ പോവാം. ഒരു ധൃതിയില്ല. എൻ്റെ മോനെ ട്രെക്കിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ട ഇതുപോലെയുള്ള വഴി കൂടെ വേണം. എന്താ അറ്റത്തെ മല എത്ര മാണ്ട. അയ്യോ, തെന്നി അങ്ങ് പൊക്കോളാം. കാണാം.
ഒട്ടുക്കത്തെ എക്സ്പീരിയൻസ് ആയിപ്പോയി. എന്തൊരു സമാധാനം ഉണ്ടോ എനിക്കാണെ കണ്ണീന്നൊക്കെ വെള്ളം മന്. കാരണം ഇവിടെ നിന്ന് ഒരു മനുഷ്യനില്ല, നമ്മൾ 4 പേര് മാത്രം, പിന്നെ നമ്മുടെ വട്ടിക്കുട്ടി ഷേരു. കേട്ടാ എന്ത് രസമല്ലേ ഈ വഴി ഇങ്ങനെ ഇറങ്ങി ഈ കുഴി കൂടെ അവിടെ ഇങ്ങനെ ഇറങ്ങി ഇത് അവിടെ ചെല്ലണം. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നിരുന്നാലും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ട്രക്കിംഗ് ഒക്കെ ചെയ്യണം. പദം വരും. പത്തറ്റിക്. പക്ഷെ കൊള്ളാട്ടോ, നല്ലതാണ് അങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ. ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നൊരു തോന്നൽ വരുമല്ലോ. ലൈക്ക് ഇത്ര വലിയ മല ഇത്ര വലിഞ്ഞ് കയറി ഇത്ര ഇറക്കം ഇറങ്ങി ഇവിടെയൊക്കെ വന്ന് ഒരു ദിവസം താമസിച്ച് എന്താ ലൈഫ്. ഇനി ഇറങ്ങാനുണ്ടെന്ന് ഓർക്കുമ്പോഴാണ്. കുറേ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, പയ്യെ പോവാം. ഈ സീം വഴിയാണിത്. ഇതിങ്ങനെ നടന്ന് ഇപ്പോഴിച്ചിരി ഫ്രീ ആയത്. എൻ്റെ മോനെ വിഷയം വഴി, ഇടുങ്ങിയ വഴി. അല്ലേ വെള്ളം ഒഴുകിപ്പോയ ചാലേ എത്തുമോ ഇത്? എന്ത് വഴിയാണ്. നോക്കിയും കണ്ട് ഇറങ്ങിയില്ലെങ്കിൽ എന്തോ അത് കുഴിയിലോട്ട് ട്രൈ പോണല്ലേ. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ട്രക്ക് ഏറ്റവും പോലെ അവസാനം നമ്മൾ വെള്ളമുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ അടുത്ത എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ ഒന്ന് സ്റ്റേ അടിക്കാൻ പോകുന്നത്. അയ്യോ ഫൈനലി യെസ് വെള്ളം പാരി. കാരണം വന്ന വഴിയിലൊന്നും ഒറ്റയിടത്തും വെള്ളമില്ല. നമ്മുടെ വെള്ളമാണ് തീർന്നും പോയി. അപ്പോൾ ആകെ സ്റ്റക്കായി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം. യെസ് എൻ്റെ അമ്മേ അങ്ങനെ എത്തി. ബാക്കി വഴിയാണ്. സമയം 6 മണിയായി. അമ്മ ഓൾമോസ്റ്റ് എത്തി. കാരണം ഈ വെള്ളമുള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും നടന്നത്. എൻ്റെ അമ്മ എന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചത്. ഇതെന്തത് വിഷയം വഴിയാ. എന്തായാലും ഇനി എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഫുള്ള് വഴി. ഇങ്ങനെയൊക്കെ വേണം നടന്ന് പോകാൻ. ഓക്കെ. അയ്യോ ഓൾമോസ്റ്റ് എത്തിയതാണ് ഇവർ പറയണത്. എത്തിയിട്ടില്ല. കൊള്ളാട്ടെ സാർ. ഇവിടെ ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട്. ഫക്ക് വിഷയം. എങ്ങോട്ടാണോ നമ്മൾ പോകുന്നത്? അയ്യോ എന്തായാലും സ്ഥലം കൊള്ളാം. കുറേ നടന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം കുറേ നടന്നു. ഐ അപ്രിഷ്യേറ്റ് യു ടു ദാറ്റ്. അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതൊന്നും അല്ല കേട്ടോ. ഇത് ചെറുതാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിന് മുന്നേ വന്നാൽ എന്ത് വിഷയമായിരുന്നു എൻ്റെ അമ്മി. മലയുടെ സ്ലോപ്പിൽ കൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. വഴിയൊന്നും ഇല്ല ഇവിടെ. എന്ത് വിശാലമാണല്ലോ ലോകം. നടന്നവിടെ കിളി പോയത്. ഈശോ കാലൊക്കെ ഒരു പരിവായി, പഞ്ചറായി മോനെ. എത്തിയെന്ന് തോന്നണ്, എനിക്കറിയത്തില്ല. പക്ഷെ അവരവിടെ റെസ്റ്റ് ചെയ്യാണ്ട്. ഈ സ്ഥലം കൊണ്ട് കണ്ടിട്ട് കൊള്ളാം.
ഇനിയും ഉണ്ടാവും നടക്കാൻ. എന്തൊക്കെയാണല്ലോ ആലോചിക്കുക. കാരണം അയ്യോ അത്ര നടന്നേ, ഇമ്മാതിരി ട്രക്കിങ്, സീൻ ട്രക്കിങ്. അയ്യോ അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് നേരെ നടക്കാനൊരു സ്ഥലം കിട്ടി. ഒന്നെങ്കിൽ കയറ്റമായിരിക്കും അല്ലെങ്കിൽ ഇറക്കമായിരിക്കും. പക്ഷെ കൊള്ളാട്ടാ, സൂപ്പർ സ്ഥലം. യെസ്, വാവ് വാവ്. എത്തിയാ ഇതർ ഇനി ഹോട്ടല്. അപ്പോൾ ഇത് വിശ്രമിക്കായിരുന്നതാ. ചതിച്ചതാ ഗൈസ്, ചതിച്ചു. അയ്യോ ഇനിയുണ്ട് റെസ്റ്റ്. ചേട്ടാ ഒരക്കിറ വെള്ളത്തിൽ. അയ്യോ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എത്തി. ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. സാധനം കഴിയുന്നത് ഇവിടെ തന്നെയാണോ അതോ ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. എത്തിയിട്ടില്ല, ഇനിയുണ്ട് ഗൈസ്. സൂപ്പർ സ്ഥലം. അങ്ങനെ അവസാനം നമ്മൾ എത്തി ഗൈസ്. നമ്മളിന്ന് ഇവിടെയാണ് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. അയ്യോ പൊളി, നൈസ്, പൊളി, നല്ല സ്ഥലം. വെള്ളമുണ്ട്, കാടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഭയങ്കര നടത്തുമായിരുന്നു. ഒന്ന് റെസ്റ്റ് എടുത്ത് സമാധാനിക്കട്ടെ ഇവിടെ എത്തിയെന്നും പറഞ്ഞു. ഓക്കേ.